ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയന ഇന്ന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, മോളെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളമ്പുകാരിയായിട്ട് നിൽക്കുന്നത്, എല്ലാവർക്കും ഒപ്പം വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ മോളതെ ആദർശിൻ്റെ അരികിലിരുന്ന് കഴിക്കാൻ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ പല്ല കീറുമാൻ തുടങ്ങി, ദേവയാനിക്ക് കലി വരാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു വിഷയം അച്ഛൻ്റെ കാര്യത്തിൽ ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് അവിടെ നിന്നും കൈയിട്ട് വാരിയിട്ട് എഴുന്നേറ്റ് പോകാനുള്ള മനസ്സ് ദേവയാനി കാണിച്ചില്ല. അങ്ങനെ നമ്മുടെ നയന ആദർശിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ആദർശിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അതുപോലെ തന്നെ ആദർശം തിരിച്ച് ചിരിച്ചു കാണിച്ചു. അങ്ങനെ ഇവർ ചിരിക്കുന്നതും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊന്നും ദേവയാനിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ തൊട്ടരികിലിരുന്ന ജലജ, കണ്ടോ ഏട്ടത്തി അവളെല്ലാവരെയും കറക്കി കുപ്പിയിലാക്കിയിട്ട് അപ്പോൾ അതെ ആദർശിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പതുക്കെ ചെവിയിൽ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ നമ്മുടെ നയന ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, എന്നാൽ ഞാൻ എടുത്ത് തരാമെന്ന്. അപ്പോൾ ആദർശ് എന്നിട്ട് ഫുഡ് എടുത്ത് നയനയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നയന പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട ആദർശേട്ടാ, എനിക്കുള്ളത് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെന്തിനാ മോളെ അങ്ങനെ പറയുന്നേ, ഇത്രയും നേരം മോളല്ലേ ആദർശിന് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ അവൻ മോൾക്ക് വിളമ്പി തന്നു എന്ന് കരുതി അതിലെന്താ തെറ്റ്, ഭാര്യയ്ക്ക് ഭർത്താവ് വിളമ്പി കൊടുക്കുന്നതൊന്നും അത്ര വലിയ തെറ്റായ കാര്യങ്ങളല്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കലിപ്പോട് കൂടി ദേവയാനി ഇങ്ങനെ നോക്കുക. തൊട്ടരികിലിരുന്ന എന്താ പറയുന്നത് ജലജയെന്ന് പറയുന്ന കൊള്ളിപ്പിശാശ് ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു കലിപ്പും കൂടെ കൂടി വന്നിരിക്കുകയാണ് ദേവയാനിക്ക്. അങ്ങനെ ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പം, എന്താ ദേവയാനി, നിന്റെ മരുമകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ ആരാ നോക്കുന്നത്, അതുകൊണ്ട് ഇക്കാര്യത്തിലും എൻ്റെ ഇഷ്ടമൊന്നും ആരും നോക്കണ്ടെന്ന് ദേവയാനി പറഞ്ഞു. അല്ലെങ്കിലും നിൻ്റെ ഇഷ്ടം നോക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് മുത്തശ്ശനും പറഞ്ഞു. അല്ലാതെ നിൻ്റെ പിടിവാശികൾക്കൊന്നും അത് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ലെന്നും പറഞ്ഞു മുത്തശ്ശൻ. അങ്ങനെ ദേവയാനിയെ നന്ന കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ കണ്ട് നവ്യയ്ക്ക് സഹിക്കുന്നില്ലേ. കാരണം ആദർശും അതുപോലെ നയമോളും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ കാരണം നവ്യയ്ക്ക് ഈ ഭാഗ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു കലിപ്പും കാര്യങ്ങളും അസൂയയും കുശുമ്പും ഒക്കെ ഈ നവ്യയ്ക്കും ഉണ്ട്. എന്നിട്ട് നവ്യ ഇതൊക്കെ ഭയങ്കര ഒരു ഇതാക്കി കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും ഇവർ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആദർശനാണെങ്കിൽ എന്താ പറയുന്നത്, ഉള്ളിലേക്ക് വിടാനും പറ്റില്ല, പുറത്തേക്ക് തുപ്പാനും പറ്റാത്തൊരവസ്ഥ. അമ്മയും ഭാര്യയും തൊട്ടരികിലുണ്ട്. അപ്പോൾ രണ്ടുപേരെയും പ്രീതിപ്പെടുത്തണം, ഏറ്റവും കൂടുതൽ മുത്തശ്ശനെ പ്രീതിപ്പെടുത്തുക, ഇതാണ് നമ്മുടെ ആദർശിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിനോട് മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശ് പെട്ടില്ലേ. ദേവയാനി ഒരു നോട്ടവും കൂടെ നോക്കി. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഉള്ളൊരു ചിന്തയില്ല. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളുകൾ കൂടിയൊക്കെ അല്ലേ ഉള്ളൂ. അതിങ്ങനെ കുറച്ച് നാളുകൾ കൂടിയോ, അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ ദേവയാനി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഇനി ഇവരുടെ ഒരു കുഞ്ഞ് ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പെട്ടില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. നമ്മുടെ നയനയും ആകെ വല്ലാതെയായി. അങ്ങനെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് മുത്തശ്ശൻ അങ്ങ് എഴുന്നേറ്റ് പോയി. മുത്തശ്ശൻ അതും കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്ക് അതും കൂടെ കേട്ടപ്പോൾ പൂർത്തിയായി. കാരണം ഇനി അവരുടെ ഒരു കൊച്ചു ഇവിടെ ഓടിക്കളിക്കാത്ത കുഴപ്പമുള്ളൂ, എന്നാൽ പിന്നെ തീർന്നു. അവിടെ കൊച്ചു ഓടിക്കളിക്കും എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി ഓടിക്കളിക്കും. അതിനു മുൻപ് എൻ്റെ കൊച്ച് ഓടിക്കളിക്കത്തില്ലല്ലോ, അതാണ് നവ്യയുടെ പ്രശ്നം. അപ്പോൾ നവ്യയോടും ഇപ്പം നമ്മുടെ നവ്യമോൾ ഒരു ഗർഭിണിയാണ്. അപ്പോൾ നവ്യയുടെയും അഭിയുടെയും കുഞ്ഞ് ഈ മുറ്റത്ത് ഓടിക്കളിക്കും. അതോടൊപ്പം തന്നെ ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞ് ഈ മുറ്റത്ത് ഓടിക്കളിക്കണം എന്നാണ് പറയണത് മുത്തശ്ശൻ. അപ്പോൾ അത് കേട്ടപ്പോൾ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക നവ്യ. എന്തായാലും ആ ഒരു സംസാരമൊക്കെ അവിടെ മൊത്തത്തിൽ വിഷയമായി ദേവയാനിക്ക്. അപ്പോൾ ദേവയാനി ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ജലജ പിന്നാലെ ചെന്ന് ഓരോന്ന് പറയുമ്പോൾ, നീ എന്നെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കാതൊന്ന് പോ ജലജയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ദേവയാനി. എൻ്റെ ഏട്ടത്തെ ഞാൻ ചൂട് പിടിപ്പിച്ചെന്നോ, ഞാൻ ഒരിക്കലും ഏട്ടത്തെ ചൂട് പിടിപ്പിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കുക. അവൾ അച്ഛനെ കൊണ്ട് അത് പറയിച്ചതാ. അവൾ ആരാ പൊന്നുമോളും നേട്ടത്തേക്ക് അറിയാമല്ലോ, അവൾ ഇതല്ല ഇതിനപ്പുറം അവൾ പറയിക്കും, ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ജലജ അങ്ങ് കുറേ എരിവ് കയറ്റി കൊടുത്തിട്ട് അങ്ങ് പോയി. ദേവയാനി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കാം. ആദർശ് നേരെ മുറിയിലേക്കാണ് പോയത്. ഇവർ മുറിയിൽ നിന്ന് പാവം പുറത്തിറങ്ങിയിട്ടില്ല, ജീവന് കൊതിയുള്ളത് കൊണ്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ നവ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ നയനയ്ക്കുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നയന അങ്ങനെയാണ്, നയന ഇങ്ങനെയാണ്, ഇനി ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ
എന്താ നവ്യ മോൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നയനയുടെ കുറേ കുറ്റം അങ്ങോട്ടേക്ക് പറയുക ഈ നവ്യ മുത്തശ്ശിയോട്. മോൾ എന്താ ഇങ്ങനെയൊക്കെ? മോളുടെ അനിയത്തി തന്നെയല്ലേ നയന മോള്? പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തിൻ്റെ മരുമക്കളാണ്. പിന്നെ ഈ കുടുംബത്തെ സ്നേഹത്തോടെ നയിക്കേണ്ടവരും ഞങ്ങളുടെ കാലശേഷം ഈ കുടുംബത്തിന് നെടുന്തൂണൊക്കെ ആകേണ്ടവരാ. അങ്ങനെയുള്ള നിങ്ങൾ പരസ്പര സ്നേഹമില്ലാതെ ഈ കുശുമ്പും കുന്നായ്മയും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത് ഒരിതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് മോളെ ശരിയാകുന്നത്? മോളുടെ അനിയത്തിയെ അതുപോലെ സ്നേഹിക്കുകയല്ലേ വേണ്ടത്? ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് നയനമോള്. ആ സ്നേഹവും ആ ബഹുമാനവും ഒക്കെ അവൾക്ക് നീ കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ കുശുമ്പ് കയറി അവളെക്കുറിച്ച് ഏതു നേരവും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നവ്യക്ക് അങ്ങനത്തെ സുഖിച്ചൊന്നുമില്ല. നവ്യ ഇങ്ങനെ പിന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചപ്പം മനസ്സിലായി മുത്തശ്ശി എന്നും പറഞ്ഞ് നവ്യ അവിടെ നിൽക്കുന്നു. എന്തായാലും മുത്തശ്ശി പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഈ തള്ളയല്ല തീരുമാനിക്കുന്നത് ഞാൻ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന്. വേറെ പണിയൊന്നുമില്ല, ഈ ജന്മം ഞാൻ അവളെ അംഗീകരിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ആ ചിന്തകളുമായിട്ട് നവ്യ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നയന അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ജാനി വന്നു, അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശി വന്നു, പിന്നെ അനി വന്നു. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോള് മതി, ഇവിടുത്തെ പണിയൊക്കെ ചെയ്തത് മതി, പോയി കിടക്കാൻ നോക്കാനായിട്ട് പറയുകയാണ് ജാനകി. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു അതെ മോള് പോയി കിടക്കാൻ നോക്കുക, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജാനകി ചെയ്തോളൂ എന്ന്. അയ്യോ കുറച്ചുകൂടി ഉള്ളൂ മുത്തശ്ശി, ഞാനൊക്കെ ചെയ്തിട്ട് പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്നേ ഇതൊക്കെ ചെയ്ത് തീർക്കാൻ ഞാനല്ലേ ഇവിടെ ഉള്ളത്, മോള് പൊക്കോളാനായിട്ട് പറഞ്ഞു ജാനകിയെ. അന്നേരത്തേക്ക് നമ്മുടെ നയനെ പോകാൻ തുടങ്ങിയപ്പോൾ ജാനകി പാല് തിളപ്പിച്ചിരുന്നു. ആ പാലെടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. വെറും കൈയോടെ അല്ല, ഇതും കൊണ്ട് വേണം പോവാനായിട്ടെന്ന്. ഇതും കൊണ്ട് എന്തിനാ പോകുന്നതെന്ന് അന്നേരത്തേക്ക് നമ്മുടെ അനി ചോദിച്ചു. നീ മിണ്ടാതിരിക്കടാന്ന് അന്നേരം നമ്മുടെ ജാനകി പറയാം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുല്ലപ്പൂ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് തലയിൽ ചൂടിക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനാ ചെറിയമ്മേ തലയിൽ ചൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇത്രയും ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു ദിവസമാണിത് ഇന്ന്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആവശ്യമാണെന്നും ആ മുറിയിൽ കുറച്ച് മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ ഉള്ളത് നല്ലതാണെന്ന് പറഞ്ഞു ജാനകി. അപ്പോൾ നമ്മുടെ അനി ചോദിച്ചു കല്യാണം കഴിഞ്ഞ ആ ദിവസം അങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ട കാര്യമുണ്ട്, മകൻ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു ജാനകി. അല്ല ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചതല്ലേ, നീയേ ഒത്തിരി സംശയം ചോദിക്കാനായിട്ട് വരണ്ട കേട്ടോ എന്നും പറഞ്ഞ് അമ്മ മകനെ അടുക്കളയിൽ നിന്ന് പറപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി നയനയോട് സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം തീരണമെന്നും നിങ്ങളുടെ ഒരു കുഞ്ഞ് ഈ മുറ്റത്തോട് ഓടിക്കളിക്കുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞത് മോള് കേട്ടില്ലേ, അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ മോള് ആ ആഗ്രഹം സാധിച്ചു തരുമെന്ന് തന്നെയാണ് മുത്തശ്ശിയുടെ വിശ്വാസം. ആ വിശ്വാസം മോള് തെറ്റിക്കില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ നയൻ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, നയന മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ആദർശനും കൂടെ തോന്നണമല്ലോ. അങ്ങനെ ആദർശ് ചിന്തിക്കുമെന്ന് പോലും നമ്മുടെ നയനയ്ക്ക് അറിയില്ല. എന്തായാലും ഇവരെ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ആ മുല്ലപ്പൂവും തലയിൽ ചൂടി ഈ പാലുമായിട്ട് നേരെ മുറിയിലേക്ക് പോകുക. അപ്പോൾ ഇന്നത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു സംസാരത്തിൽ അവിടെ നിൽക്കുകയാണ് മുത്തശ്ശിയും അതുപോലെ നമ്മുടെ ജാനകിയും. നമ്മുടെ നയന തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി പാലും ഒക്കെ ആയിട്ട് പോകുന്നത് ജലജയും ദേവയാനിയും കൂടെ അവിടെ നിന്ന് കണ്ടു. എതിർക്കാൻ കഴിയില്ലല്ലോ, ഒന്നും മിണ്ടാനും കഴിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. അപ്പോഴും കണ്ടില്ലേ അവൾ പോകുന്നത്, അവൾക്ക് കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ദേവയാനിയുടെ ചെവി കടിച്ചു പറിക്കുന്നു. ദേവയാനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, ഇതിനോടൊന്നും പറയാനും പറ്റുന്നില്ല. അതുപോലെ ആ ഒരു സാഹചര്യത്തിൽ ഇവളെ ഒന്നും അവിടെ നിന്ന് മാറ്റാനൊന്നും പറ്റുന്നില്ല, കാരണം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ അവിടെ പേടിയുണ്ട് ദേവയാനിക്ക്, അതുകൊണ്ട് ദേവയാനിക്ക് ഒന്നും പാടില്ലാതെ ദേവയാനി ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചയെല്ലാം വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിയുടെ കൺമുന്നിലൂടെയാണ് ആദർശും നയനയും ഇന്ന് ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ ആദർശാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണോ, അത് ഈ മുറിയിൽ ഒളിച്ചിരിക്കണോ, കിടന്നുറങ്ങണോ, ഇതൊന്നും അറിയാതെ ഇങ്ങനെ മുറിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നയന പാലും മുല്ലപ്പൂവും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആദർശേട്ടൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു നയന അന്നേരം. ടെൻഷനോ? ആർക്ക് ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാ, അങ്ങനെ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. സംസാരം പോലും ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് ആദർശിൻ്റെ സംസാരം. കാരണം ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഇവളെ ഒഴിവാക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇവളുമായി അടുക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരിത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ നയന പറഞ്ഞു എന്നാൽ പാലെന്നും പറഞ്ഞു ഇങ്ങനെ കൊടുത്തപ്പം അതവിടെ വെച്ചേക്കാൻ പറഞ്ഞു ആദർശ്. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആദർശേട്ടന് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായല്ലേ. അപ്പം ആദർശേട്ടന് ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങളൊന്നും ആദർശേട്ടൻ ചെയ്യണ്ട. ഞാൻ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതുകൊണ്ട് വന്നതേ ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നീയാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിനക്കാണോ അറിയാവുന്നത്? അതെ, ഞാൻ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതൊന്നും നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അതുവഴി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ആദർശ നയനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. നിൽക്കുന്ന നിപ്പിൽ സ്വഭാവം മാറുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നയനെ ആകെ ഇതായി നിൽക്കുവാണേ, ഇയാൾക്ക് ഇതെന്താ പറ്റിയതെന്നുള്ളൊരിതിൽ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദ്യരാത്രിയെക്കുറിച്ചൊക്കെ കുറേ നിന്നിങ്ങനെ വിശദീകരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എന്തായാലും ദേവയാനിയുടെ കൺമുന്നിലാണ് ഇന്ന് നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും ആദ്യരാത്രി സഫലമാകാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ കഥയിൽ സംസാരത്തിൽ അല്ലെങ്കിൽ ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മുടെ കഥാസാരം ഇന്ന് ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.